ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് അല്ലേ. 10 വർഷമായിട്ട് പൂക്കാത്ത പൂവും കായ്ക്കും, കായ്ക്കാത്ത മാവും പൂക്കും എന്നല്ല, അങ്ങനെയല്ല, കായ്ക്കാത്തില്ല, അതാണ് കായ്ക്കാത്ത മാവും കായ്ക്കും. കായ്ക്കാത്ത മാവും കായ്ക്കും എന്ന് പറയും പോലെയാണ് ഞങ്ങൾ ഒരു പ്രക്രിയയിലൂടെ 10 വർഷമായിട്ട് കായ്ക്കാത്ത ഒരു മാവിനെ കായ്ച്ച് നമ്മൾ അതിൽ കായ്ഫലം കണ്ടില്ലേ, അതെങ്ങനെയാന്നല്ലേ രഹസ്യം. അങ്ങനല്ല, അത് എന്തോ തെറിച്ചു പോയി അവര്, അതുകൊണ്ട് പൂത്തിരി കത്തിച്ചത്, അതുപോട്ടെ. അപ്പൊ എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നല്ലേ, ഒരു 10 വർഷം അടുപ്പിച്ചായി. ഇവിടെ വരുന്നതിന് മുമ്പേ മാവ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 10 വർഷമായിട്ട് ഒരു മാവ് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ കായ്ച്ച് അതിൽ നിന്നൊരു മാങ്ങാണ്ടി അതിൽ നിന്നൊരു മാങ്ങ എടുത്ത് കഴിക്കാനുള്ള യോഗം നമുക്ക് ഇല്ലായിരുന്നല്ലേ. ഒരു പൂ പോലും നിസ്സാര ഒരു പൂ പോലും പൂക്കാത്ത ഒരു മാവായിരുന്നു. പക്ഷെ ആ പൂവ് അല്ല, ആ പൂവ് പൂത്തു. ആ മാവ് സന്തോഷം കൊണ്ടാണ് കേട്ടാ, ആ മാവ് പൂത്തു. അതെങ്ങനെയാന്നല്ലേ കാണിച്ചു തരാം. അപ്പൊ ഒരു ഇതാണ് മാവ് കാണിച്ചു തരാം. എടാ, മാവിന്റെ മൂട്ടിൽ നിന്ന് മാറും, അവിടെ കാവലിന് ടോമി ഉണ്ട്, അത് മാറ്. അപ്പോ ഇങ്ങനെ ഒരു മാവ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ, ഇങ്ങനെ ഒരു മാവ് 10 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മാവില് നമ്മൾ ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്തു, ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ ചെയ്തു. അതായത് നമ്മളൊരു വീഡിയോയില് കണ്ടല്ലേ കീർത്തി, നമ്മളൊരു വീഡിയോയില് കണ്ടു ഇങ്ങനെ മാവില് ഒരു അരിഞ്ഞാണ് ഇട്ട് കൊടുത്തു. അതാണ് ടോമി. അപ്പൊ ഇങ്ങനെ ഒരു പ്രക്രിയ, അതായത് ഇങ്ങനെ ഏതായത് മാവ് കായ്ക്കാത്ത മാവിലൊക്കെ വേറൊന്നുമില്ല, കായ്ക്കാത്ത മാവിൽ ഇതുപോലെ ഒരു വള ഇട്ട് കൊടുത്താൽ മാവ് കായ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ ഞങ്ങൾ എടുത്തു. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ വോയിസ് ഇട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ വന്നിട്ട് തുണി എടുത്തു, അങ്ങനെ എങ്ങനെയാ തോർത്തെടുത്തിട്ട് തുണി, അതായത് നഗ്നതയായിട്ട് മാവിലൊക്കെ നാണം വന്ന് കായ്ക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രക്രിയ ചെയ്ത് നോക്കി. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുത്തു. പക്ഷെ അത് കായ്ക്കാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ പുതിയ അടവെടുത്ത് ഇങ്ങനെ ഒരു വളയം ഇട്ട് കൊടുത്തല്ലേ, അരിഞ്ഞാണ് എന്ന് പറയുന്നത്. അത് അതായത് എല്ലാരും നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത കൊല്ലം മാവ്, അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാവ് പൂക്കുന്നതിന് ഒരു 6 മാസം ടൈം ഉണ്ട്. അതായത് മാവ് പൂക്കുന്നതിന് മുമ്പ് ഒരു മാവ് പൂക്കുന്നതിന് ഒരു 4 മാസം മുമ്പ് ഇതേപോലെ അരിഞ്ഞാണ് ഇടണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. പക്ഷെ നമ്മൾ ഇട്ടത് മാറിപ്പോയി, 6 മാസമായി പോയി. നമ്മൾ 2 മാസം നേരത്തെ ഇട്ടു. 2 മാസം കൂടുതൽ, 6 മാസം പോയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇനി 4-6 മാസം ഉണ്ടല്ലോ, ഇട്ടും പോയി. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും കായ്ക്കില്ല, നേരത്തെ ആയി പോയി, കായ്ക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഞെട്ടിയത് എന്ത് കേട്ടോന്നല്ലേ കാണിച്ചു തരാം. എങ്ങനെടാ ഉണ്ണി? ഓക്കെ. അപ്പൊ ഇതാണ് ആ മാവ്. അങ്ങനെ നമ്മൾ അരിഞ്ഞാണ് ഇട്ടതിന് ശേഷം ഉള്ള റിസൾട്ട്, പൂ വന്നത് മാത്രമല്ല, ഇതാണ്ട മാങ്ങ നിൽക്കുന്നാണ്ടാ, അതാണ് നിലയില്ല. എവിടെ കാണിച്ചു കൊടുക്കാടേ, അല്ലെങ്കിൽ വിചാരിക്കും നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കണം വിചാരിക്കും. അല്ല, ഇത് വേറെ മാവുണ്ട്, ഇതാണ്ട് ഇതായിരിക്കും മാങ്ങ. ഇതാണ്ട ഇത് ഒട്ടിച്ചു വെച്ച മാങ്ങയൊന്നും അല്ല, ഇത് കായ്ച്ചതാണ്. വിശ്വസിക്കില്ല, കായ്ച്ച മാങ്ങയാണ്. ഇത് ഒരു കൊമ്പി കിടക്കുന്നതാണ്. അതിനകത്ത് ഇതേണ്ട അടുത്ത് വിളങ്ങി ഇതിനകത്ത് നിപ്പുണ്ട് വലിയ മാങ്ങ. അതുകൊണ്ട് അതിനകത്തൊരു വലിയ മാങ്ങ നമ്മൾ വേണ്ട കവർ വെച്ച് വിട്ടിട്ടുണ്ട്. അതിനകത്ത് കാണാൻ പറ്റും, വല കാണുന്നത്. അപ്പൊ അങ്ങനെ ഈ കായ്ക്കാത്ത മാവിന് മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. അല്ല, മേളിൽ ഇടയ്ക്ക് 1-2 കൊമ്പില് വന്നെങ്കിലും പൂ പോയി, കായ്ച്ചില്ല. പക്ഷെ ഇത് ഞങ്ങള് പ്രതീക്ഷിച്ചില്ല അല്ലേ. മാങ്ങയൊക്കെ ഇതിനകത്ത് ശരിക്കും ഉണ്ട്. ശരിക്കും അവിടെ കാണാൻ പറ്റില്ലല്ലോ, ആ ക്യാമറ അതിനകത്ത് കിടത്തിയിരിക്കുന്നു. കണ്ടല്ല, മാങ്ങയ്ക്കുന്നുണ്ടല്ല, ശരിക്കും മാങ്ങ നിപ്പുണ്ട്. ഉണ്ണി മാങ്ങയും ചെറിയ മാങ്ങയൊക്കെ ഉണ്ട്, കണ്ണി മാങ്ങയുണ്ട്. ആ പ്രക്രിയ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലും കായ്ക്കാത്ത മാവ് ഉണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ വീട്ടിലും കായ്ക്കാത്ത മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വളയിട്ട് പ്രക്രിയകൾ ചെയ്യുക. വളയം മാത്രം ഇട്ട് പ്രക്രിയയിലൂടെ മാവും പ്ലാവും എല്ലാം കായ്ക്കും. പ്ലാവിലും പറ്റും, പ്ലാവിലും ചെയ്യണമെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ നമ്മൾ നമ്മുടെ പ്ലാവിൽ കായ്ക്കണോണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല. പക്ഷെ മാവില് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. പക്ഷെ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലേ. ഇവിടെ കുരങ്ങ ശല്യം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ വലയിടാണ്ട്. കുരങ്ങ ശല്യം കൂടുതലാണ്, കിട്ടുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിച്ച് നോക്കാനുള്ള കിട്ടുമായിരിക്കും. അങ്ങനെ കണ്ടല്ലോ. ആദ്യം എങ്ങനെ തുടരുത്,
തൊട്ടാതെ ഇല്ലതായി യെസ്. അപ്പൊ കണ്ടല്ലോ 10 വർഷമായിട്ട് അതാണ് 10 വർഷമായിട്ട് കായ്ക്കാത്ത മാവാണ് അമ്പാന്ന്. അപ്പൊ നമ്മള് കായ്ക്കാത്ത മാവിനെ നമ്മള് കായ്പിച്ചിട്ടുണ്ട്. നമ്മളല്ല. അപ്പൊ അത്രേ ഉള്ളൂ. വീട്ടിലും മാവോ പ്ലാവോ ഉണ്ടെങ്കിൽ വളയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ വീട്ടിലും കായ്ക്കാത്ത മാവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ അതിന് അരിഞ്ഞാണം ഇട്ട് കൊടുക്കുക. നാണം കൊണ്ട് ആ മാവ് വളയം ഇട്ട് കൊടുക്കുക. അപ്പോ ആ മാവ് നാണം കൊണ്ട് ഉറപ്പായിട്ട് മാങ്ങ കായ്ക്കുമെന്നാണ് നമ്മളെ പഴമക്കാർ. അതായത് അതിന്റെ സൈക്കോളജിക്കൽ അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതായത് ഇങ്ങനെ നമ്മൾ അതിന് വളയം ഇടുമ്പോഴത്തേക്കും നീ പറയുന്നു ഇല്ല നീ പറയില്ല അല്ലെ ആദ്യം പറയാം അറിഞ്ഞൂടല്ല. അപ്പോ ഇങ്ങനത്തെ പ്രക്രിയ എന്ന് പറയും പ്രക്രിയ അതെന്തിനാവട്ടെ പോട്ട്. അതായത് ഇങ്ങനെ വളയം അപ്പോ ഇങ്ങനെ അതായത് ഇതിന് വളയം ഇട്ട് കൊടുക്കുക. ആ സമയത്ത് മാവ് വിചാരിക്കും എന്റെ മാവ് ഞാനിതാ ചാകാൻ പോകുന്നേ, അപ്പൊ എന്റെ പിതൃക്കാലം എന്റെ മക്കളും കുഞ്ഞുമക്കളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മാവ് വിചാരിക്കും മാവിന്റെ കാലം കഴിയാറായി എന്ന് വിചാരിച്ചിട്ട് മാവ് ഉടനെ തന്നെ അതിന് അടുത്ത തലമുറ വരാനായിട്ട് മാവ് അതിന്റെ പാരാഗണം നടത്തി പൂക്കുന്നതായിരിക്കും. യെസ്. അപ്പൊ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മാവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലെ മാവുകളിൽ നിങ്ങൾ ചെയ്യുക. അപ്പോ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.